കൽപ്പനയാകും യമുന നദിയുടെ അക്കരെ അക്കരെ സാറേ ലക്ഷണം കണ്ടിട്ട് ഒരു കോളൊത്ത് പറഞ്ഞുണ്ട് കേട്ടാ. കുറച്ച് ദിവസമായിട്ടേ തന്റെ ലക്ഷണം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതെന്തേ? ഒരു കോളും ഒത്തു വരുന്നില്ല. ഇതങ്ങനെയല്ല. അസ്സലാമലൈക്കും. നമസ്കാരം. അതായാലും മതി. ഇതെന്താ ലുഡാബോർഡാ കളിക്കണേ? അറിയോ? ഇല്ല. ഇരിക്കൂ. എന്നാ തുടങ്ങി നോക്കിന്നാല്. എന്താ വിശേഷം? അല്ല ഞമ്മടെ തടിയേ. തടിക്കെന്ത് പറ്റി? അല്ല ഞമ്മളെ തടിയല്ല, വണ്ടിമേലെ തടി. എന്ത് തടി? തേക്ക്. എവിടെന്ന്? നിലമ്പൂർ കാട്ടുന്ന്. ഒരു പ്രമുഖനാണ്. എത്രത്തോളം പ്രമുഖൻ? പേര് പറയാൻ പാടില്ല. എന്നാലും ഒരു സൂചന ഞാൻ വേണമെങ്കിൽ ഒരു കുളു തരാം. തന്നോളൂ. മന്ത്രിസഭയിലുണ്ട്. 5-നുണ്ടോ? കൊണ്ടുകൊള്ളൂ. സമ്മതിക്കണ്ടേ? തടഞ്ഞു വെച്ചില്ലേ അവിടെ ആൾക്കാര്? കൊണ്ടുപോകാൻ പറ്റൂല. ആര് പറഞ്ഞു? നിങ്ങൾ ആൾക്കാർ ഇവിടെ ഗേറ്റിനടുത്ത്. അവര് പറയും അല്ല ഞമ്മളിപ്പോ എന്താക്കൂ? തടസ്സം മാറ്റാം. പേപ്പർ തന്നോളൂ. ഇവിടുത്തെ അല്ല, എഡീഷൻ വേറെയാണ്, മനോരമ തന്നെയാണ്. ആളുകളേക്ക് തടിയുടെ പേപ്പർ, തടി കൊണ്ടുപോകുന്ന വണ്ടിയുടെ പേപ്പർ. വണ്ടിന്റെ പേപ്പർ കണ്ടോ? അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ആരെയാ കണ്ടേ? അതേതാ പെണ്ണുരുത്തി? നമ്മുടെ സ്റ്റാഫാ. നിങ്ങളെ പെണ്ണുങ്ങളാ? വൃത്തിയോട് പറയേ. അപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ വൃത്തികേടാ. ഇത് അങ്ങനെ ചെയ്യില്ല. പേപ്പർ പോയിട്ട് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് ഓളായിക്കോളും. സന്തോഷം. ഇത് ഏതാ വകുപ്പ്? പിന്നെ സാറേ, അതെ ഇതിവിടെ തരണമെന്നോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. ആര് പറഞ്ഞു? മൂപ്പര് പറഞ്ഞ്. മൂപ്പരോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അല്ല മൂപ്പര് എന്നുള്ളത് ഞാൻ മൂപ്പർക്ക് ഒരു ഓമനപ്പേരിട്ടതാ. ഓമനയോ? ഓമനപ്പേരിടൂല ഇമ്പള്? ഇമ്പളോ? അല്ല ഓമനപ്പേരിട്ടതാ. ഓമന പേരിട്ട് കളിക്കാനുള്ള സ്ഥലമൊന്നുമല്ല അത്. ഒന്നുമില്ലെങ്കിൽ സാർ അല്ലെങ്കിൽ മാഡം അങ്ങനെ വേണം വിളിക്കാൻ. അപ്പൊ ആ മാഡം പറഞ്ഞത് അവിടെ തരാൻ. അത് മാഡം, അത് സാറാടോ. ഞാനാണ് മാഡം, വത്സല മാഡം. അത് ശരി, നിങ്ങൾ മാഡം, അത് സാറ്. അപ്പൊ ആ സാറ് പറഞ്ഞത് അവിടെ തരാൻ. എന്താടോ താൻ തന്നെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? താൻ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? എന്താ എന്റെ പ്രശ്നം? എന്നാ പിന്നെ ഞാൻ മൂപ്പരെ പോയി നോക്കാം. മൂപ്പരോ? അല്ല ആ സാറിനെ. ആ സാറിനെ താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതന്നെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാത്തത്. ആടുന്ന് പറഞ്ഞ് ഇവിടെ വരാൻ. ഇപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താക്കൂ? ബുക്കും പേപ്പർ എടുക്കും. അല്ലേ കൈമല്? ഇതില് പേപ്പർ ഇല്ലല്ലോ. പേപ്പറാണല്ലോ ഇതൊക്കെ. ഈ പേപ്പർ അല്ല. പിന്നെ മനോരമ ഉണ്ട്. ഇതാ ഈ പേപ്പറും അല്ല. ചിത്രമുള്ള പേപ്പർ എവിടെ? ചിത്രം ഉണ്ട് ഇതിന്റെ അകത്ത്. ഇതാ കണ്ടില്ലേ? ഈ ചിത്രമല്ല ഞാൻ ഉദ്ദേശിച്ചേ, ചിത്രമുള്ള പേപ്പർ. അല്ല നിങ്ങൾ ചിത്രം വരച്ച് കളിക്കാൻ നിൽക്കുക. അപ്പോ കളിയൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഇതാ അവിടെ ഇരിക്കുന്ന സാറില്ലേ, ആൾക്ക് ചിത്രമുള്ള പേപ്പറിൽ 100, 500, 1000 ഇതൊക്കെ ഇഷ്ടം. ഇത് മറ്റേ പേപ്പർ കൈക്കൂലി അല്ലേ? അങ്ങനെ പറയലില്ല. പിന്നെ എങ്ങനെ പറയണോ? ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ചിത്രമുള്ള പേപ്പർ വേണം. അതിന് സാറേ ഇത് കള്ളക്കടത്ത് സാധനം അല്ല. അത് സാറോ? അല്ല സാറ് മൂപ്പരാണല്ലോ. മേഡം ഇത് കള്ളക്കടത്ത് സാധനം, ഒറിജിനൽ പേപ്പറാണ് ഇത് മുഴുവേ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അവിടെ ഇരിക്കുന്ന സാറിന് ചിത്രമുള്ള പേപ്പർ ഇല്ലാതെ പറ്റില്ല. ആ പേപ്പർ അവിടെ കൊടുത്തിട്ട് പോയിക്കോളൂ. ചിത്രമുള്ള പേപ്പർ നിർബന്ധമാണ് അല്ലേ? കാണാനൊക്കെ ഒരു ചേലുണ്ട്, സ്വഭാവത്തിലാണ്. അല്ല അത് ചിത്രമുള്ള പേപ്പർ ആയിട്ട് വരാന്ന് പറഞ്ഞേനി. ചേച്ചി, പെങ്ങളെ, മാഡം, എൻ്റെ സാരി വിടണം. ഇവിടെ അല്ല അവിടെ ഒരു പാന്റ് ഷർട്ട് അല്ലേ ഇട്ടേക്കണേ? അത് മാഡം, അതെ. പിന്നെ എൻ്റെ വണ്ടിയിൽ കുറേ സാരികളുണ്ട്, അതവിടെ പിടിച്ചു വെച്ചിരിക്കുക. സാരി എടുത്തിട്ട് നടക്കാം മായാമോഹിനിനെ പോലെ? അല്ല, അത് ഡീലറാണ്. ഞാനൊരു സാരിയുടെ ഡീലറാ. അങ്ങനെ സാരി കച്ചവടാണോ? സാരിയുടെ ഒരു. അത് ശരി. താൻ പോയിട്ട് ആ സാരി ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ. എല്ലാത്തിനും അങ്ങനെ എല്ലാത്തിനും ഓരോന്ന് എടുത്തോളൂ.
ഇങ്ങോട്ട് കയറി വേണം മാഡം. ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി. വീട് മാറി പോവാണ്. ഒരു ലോഡ് വീട് വണ്ടിയിൽ. ഒരു ലോഡ് ഓ ഓവർലോഡ്. പിന്നെ മാഡം 2 പെണ്ണുങ്ങളും കൂടെ ഉണ്ട്. അതാ ഈ പറഞ്ഞു ചക്കൻ. അല്ല സാറ് ഇതാ നോക്ക്, എന്റെ ഭാര്യയും ഒന്ന് എന്റെ അമ്മയാണ്. എന്താ ഉറപ്പ്? എന്താ ഓർപ്പെന്ന് ഞാൻ കെട്ടിയ പെണ്ണ് എനിക്കറിയില്ലേ. ഞങ്ങക്ക് വിശ്വാസം വേണ്ടേ? ഇത് എന്താ ഈ ചീണ്, ഞാൻ വീട് മാറി പോവാണ് മാഡം. എവിടുന്ന് എവിടേക്ക്? ഞാനിപ്പോ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇപ്പൊ വീട് മാറിയിട്ട് എന്റെ നാട്ടിലേക്ക് പോവാണ്, പാലക്കാട്ടേക്ക്. പാലക്കാടാ? പാലക്കാടാണ്. ഓ ആ അതല്ലേ പറഞ്ഞത്. മാരത്തിന് വീട് എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂരാണ്. അപ്പൊ അയൽപക്കക്കാരാണ് നമ്മള്. അതൊന്നും അറിയില്ല അവർക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാ ഞാൻ? മാഡം കുത്തി നോക്കിയപ്പം അരിക്കടത്തുണ്ട്. അരിക്കടത്ത്. എന്താ ഈ പറഞ്ഞിട്ടാക്കുന്നത്? തനിക്ക് റേഷൻ കടയാ? എന്റെ മാഡം നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക. ഞാൻ ഒരു വീട് മാറിയിട്ടാണ് പോണത്. വീട്ടിലുണ്ടായിരുന്ന ബാക്കി അരിയാണ് 10-15 കിലോ അരി ഉള്ളത്. അത് അവിടെ ചെന്ന് വെച്ചുണ്ടാക്കി കഴിക്കാലോ. മാഡം പുരാവസ്തുക്കളായ 3-4 കിണ്ടിയും പിന്നെ 4-5 മൊന്തയും. അത് പുരാവസ്തു. അതെവിടുന്ന് കിട്ടി? എന്റെ മാഡം ദാ എന്റെ അമ്മൂമ്മയുടെ കാലത്തുള്ള 2 കിണ്ടിയാണ്. അമ്മൂമ്മയുടെ കിണ്ടിയാണത്. അത് ഞാൻ കൊണ്ടുപോകണം. പിച്ചുള്ള 2 കിണ്ടിയാണതേ. അതവിടെ കൊണ്ടുപോകണം. കിണ്ടി സ്വന്തമായിട്ടില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാ? നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? മാഡം എന്തെങ്കിലും ഒരു തീരുമാനം ഇതിന് ഉണ്ടാക്കി കൊടുക്കണം. വേറെ എന്തൊക്കെയുണ്ട് ഇയാളുടെ വണ്ടിയില്? 4 തേക്കിന്റെ കട്ടില്. 4 എണ്ണോ? പിന്നെ കൊറേ ഫാന്. ഫാൻ കുറെ ഉണ്ടാവാനായിട്ട് എന്താ ഞാൻ സിനിമ നടന്നാണ്. പിന്നെ അതിന്റെ അകത്തിരിക്കുന്ന ഫാനൊക്കെ ആരുടെ? അതൊക്കെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പഴയ ഫാനുകളാണ്. ലിസ്റ്റ് എവിടെ? എന്ത് ലിസ്റ്റ്? ലിസ്റ്റ് സാധനങ്ങളുടെ ലിസ്റ്റ് എവിടെ? മാഡം സാധനങ്ങളുടെ ഇടയിൽ കൂടെ നോക്കിയപ്പോ 2 ആനക്കൊമ്പിരിക്കുന്നുണ്ട് മാഡം അവിടെ. എവിടെ? അലമാരയുടെ മേളില്. എന്താ ഈ ചങ്ങാതി പറഞ്ഞ? അലമാരുടെ മുകളിൽ എന്താ നന്നായത്? വാഴപ്പിണ്ടിയാണത്. അവിടെ ഉണ്ടായിരുന്ന വാഴ വെട്ടിട്ടേ 2 പിണ്ടി കറി വെക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഒന്നും അറിയാത്ത ഒരു കുന്തും അറിയാത്ത ആൾക്കാരാണ് ഇവിടെ നിങ്ങളുടെ കൂടെ. See, we need the list of all the vehicle of the inside the properties. The Democratic Youth Federation of India. അതാ മാത്രമേ എനിക്കറിയുള്ളൂ. ലിസ്റ്റ് എടുത്തിട്ട് വാ. ലിസ്റ്റ് എടുക്കാൻ വേണ്ടത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ. ഞാൻ എത്ര നേരം വേണമെങ്കിൽ അവിടെ കാത്തു കിടക്കാം. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഒരു കോഴിയുടെ വണ്ടി ഒന്ന് പറഞ്ഞു വിടും. നിങ്ങൾ കുട്ടികൾ നാറിയിട്ട് ചാർജ് ചെയ്തിരിക്കാൻ പറ്റില്ല അവിടെ. എന്തൊക്കെ ആൾക്കാരെ ലിസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ പേടിച്ചു. ലിസ്റ്റ് ഓഫ് ദ വേൾഡ്. ലിസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ. ചെല്ല്. ഈ സാരി നോക്കൂ. എന്താ? അല്ല ഇതാണ് മാഡത്തിന് പറ്റുന്നത്. അതൊക്കെ എനിക്കറിയാം. താൻ തന്നെ എന്റെ അടുത്തേക്ക് വന്നേ. അല്ല ഞങ്ങൾ അടുത്ത് ഇടപഴകിയിട്ടാ ശീലം, അതുകൊണ്ടാ. ഈ സാരിയുടെ നൂലൊക്കെ അടുത്ത് ഇടപഴകിക്കോട്ടെ. നമ്മൾ തമ്മിലൊരു കയ്യകലം നല്ലതാ. മേഡം എനിക്കിഷ്ടായില്ലോ. ഇത് കാഞ്ചീപുരത്തു നിന്നാണ്. കാഞ്ചീപുരം സാരിയാ ഇതോ? കാഞ്ചീപുരത്ത് നിന്ന് അളിയൻ അയച്ചു തരുന്ന സാരി. ഈ സാരി കാഞ്ചീപുരം. കാഞ്ചീപുരം. തന്റെ അളിയൻ കാഞ്ചീപുരത്ത്. തന്റെ അളിയൻ കാഞ്ചീപുരത്ത് നിന്ന് അയച്ചു തന്നോണ്ട് ഇത് കാഞ്ചീപുരം സാരിയാവോ? ഇത് കുത്താമ്പുള്ളി എന്നാണ് പോകുന്നത്. അത് കാഞ്ചീപുരത്ത് നിന്ന് അളിയൻ മേടിച്ച് ഇങ്ങോട്ട് അയക്കുമ്പോൾ അത് കാഞ്ചീപുരത്തെ സാരിയായിട്ട്. കുത്താമ്പുള്ളിന്നാവുമ്പോ ഇത് കൈത്തറിയാ? അല്ല, അവിടെ കുത്താമ്പുള്ളി കുടുംബശ്രീയിൽ പെങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാക്കുന്ന ഒരു യൂണിറ്റിന്റെ സാരിയാണ്. അപ്പൊ ഇത് ശരിക്കും എന്താ? കാഞ്ചീപുരാണോ കുത്താമ്പുള്ളിയാണോ അതോ കുടുംബശ്രീ ആണോ? കുടുംബശ്രീയിൽ വെച്ച് കുത്താമ്പുള്ളിയിൽ എൻ്റെ പെങ്ങൾ ഉണ്ടാക്കുന്ന സാരിയാണ് കുത്താമ്പുള്ളി കുടുംബശ്രീ സാരി. കോബ്ര ഉണ്ടോ തന്റെ? കോബ്ര ഇല്ല. കോബ്രൊക്കെ ഔട്ട് ഓഫ് ഫാഷനില്. വെള്ളിക്കെട്ടനുണ്ടായിരുന്നല്ലോ. വെള്ളിക്കെട്ടനോ? ആ വെള്ളിക്കെട്ടൻ. വെള്ളിയുടെ ഒരു കെട്ടായിട്ട് ഇങ്ങനെ. ഇതാണ് പുതിയ ഏതാണ് വെള്ളിക്കെട്ട്. മാഡം ഈ പച്ചയും നീലയും ഉണ്ടല്ലോ, ഇതാകുമ്പോ മാഡം എടുത്താ മതി. ബ്ലൗസ് പീസ് പുറത്തുനിന്ന് മേടിക്കണ്ടല്ലോ. വീട്ടിൽ ഉണ്ടല്ലേ? വീട്ടിലുണ്ടോ? അറിയൂ. പിന്നെ മാഡത്തിന് ബ്ലൗസ് പീസ് ഉണ്ട്. മതി മതി. എവിടെ? പഞ്ചായത്തിലെ. പഞ്ചായത്തിന് കെട്ടിട നികുതി അല്ലേടോ, ഇവിടെ അടച്ചതാണോന്ന്? ഇല്ല, ഇവിടെ നമ്മുടെ സാരി എടുക്കും. ഈ ചെക്ക് പോസ്റ്റ് വഴി എന്ത് കൊണ്ടുപോയാലും അതിന് ഇവിടെ ടാക്സ് അടയ്ക്കണം. അതിനാണ് ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ സെയിലിന് വന്നു. അപ്പൊ മാഡം എടുക്കുന്നുണ്ട്. അപ്പൊ സാർ എടുക്കുമ്പോൾ ഓരോ സാരിയിലും എല്ലാതും ചേർന്നിട്ടാണ്. അപ്പൊ മത്സര മാഡം സാറേ, ഈ ചുങ്കിടി സാരി എങ്ങനെയുണ്ട്? ചുങ്കിടി വെങ്കിടി സാരികളെ പറ്റിയൊന്നും നമുക്കറിയില്ല. മാഡം ഇവിടെ ടാക്സ് അടപ്പിക്കുകയാണോ? ഞാൻ അടപ്പിച്ചോണ്ടിരിക്കുകയാണ് സാറേ. എത്ര അടപ്പിക്കും? ഒരു 5-6 അടപ്പിക്കും. ഒരു 4-5 ഞാനും അടപ്പിക്കും. പിന്നെ സാറേ, ഞാൻ അവിടുന്ന് കാറിന്ന് എടുക്കുമ്പോഴേ ഈ ചിരിക്കുന്ന സാറ് പറഞ്ഞിരുന്നു, ഇതാണ് സാറിൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും പറ്റിയെന്ന്. ഇതെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജിനും കളറിനും ബെസ്റ്റ് ഇതാണെന്ന്. എന്റെ ഭാര്യയ്ക്ക് ഈ സാരി ഇണങ്ങുന്ന തന്നോട് ആ സാറ് പറഞ്ഞു അല്ലേ? ഈ സാരി
വത്സല മേഡത്തിന്റെ ഓരോ കാര്യങ്ങള്. എന്ത് കാര്യം? ഇതൊക്കെ ഈ സാരി എന്റെ ഭാര്യക്ക് നന്നായി ചേരുന്നു താൻ പറഞ്ഞോ? ഞാനെങ്ങനെ പറയൂ? ആ മേഡം ഇത് അത്ര ഇത് വലിയ നല്ല ഗുണമില്ല. ഭംഗിയുണ്ട്. അതെ, ഇതൊന്നും അത്ര വലിയ ഗുണമില്ല അല്ലേ? നല്ല രസം. അയ്യോ അതെ. ഇനി അത് ഇല്ല, ഇതൊക്കെ ഞാൻ ടാക്സ് അടപ്പിച്ചു തന്നെ കൊണ്ട്. സാറേ ടാക്സ് എൻ്റെ ടാക്സ് പൊക്കോളൂ. സാർ ഇവിടെ വെച്ചോളൂ. തന്നോടാണ് ഇത് ഇതിനകത്ത് നോക്കിയാൻ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞു അതിനകത്ത് വെക്കാൻ? എടോ ഇവിടെ വെക്കേണ്ട പേപ്പർ ഇതല്ല. ഇത് 1000 രൂപയുടെ ടാക്സ് അടച്ചതിന്റെ ഒറിജിനൽ അല്ലേ? ഇതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക, ചെല്ലുക. അതെന്തിനാ? ഇവിടെ സൂക്ഷിക്കാൻ. 1000 രൂപയുടെ നോട്ടുണ്ടോ കയ്യില്? എന്തിനാ? 1000 രൂപയുടെ ഒറ്റ നോട്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. ഉണ്ടോ? എങ്കിൽ അതിന്റെയും കൂടി ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോളാ. എന്തിനാ? ഇവിടെ സൂക്ഷിക്കാൻ. ഇതൊരു വല്ലാത്ത പുതിയ ഏർപ്പാടാണ് സാർ. പുതിയ നിയമങ്ങളാ കുഞ്ഞെ, പോയി എടുത്തിട്ട് വാ. ചെല്ല്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ മേട്ടുപാളയത്ത് നിന്ന് വരിക. വന്നോളൂ. 2 ആഴ്ചയായിട്ട് മേട്ടുപാളയത്തായിരുന്നു. ആയിക്കോട്ടെ. ഭാർഗവം വണ്ടിക്കകത്തുണ്ട്. വരാൻ പറയൂ. ആരോട്? ഭാർഗവന്റെ അടുത്ത്. സാറ് അവൻ പട്ട കിട്ടാതെ ഇടഞ്ഞേക്ക്. ഹൈ, എന്താ പട്ടഷാപ്പാന്ന് വിചാരിച്ചോ താൻ? എന്റെ പൊന്നു സാറേ, അവന് തൃപ്രയാറ് എത്തിക്കേണ്ടതാണ്. മതപ്പാട് കാണുന്നുണ്ട്. അല്ല, ഈ ഭാർഗവൻ ആരാ? ആന. ഭാർഗവൻ? ആ, അത് നേരത്തെ പറയണ്ടേ? ആ വിരുദ്ധനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഇശി നാളായി. എന്താ ഇപ്പൊ അവന്റെ വിശേഷം? കുറച്ച് മതപ്പാട് കാണുന്നുണ്ട് ഭാർഗവന്. ആ, തൃപ്രയാറ് എത്ര വേഗം എത്തിക്കണം. ഓഹോ. അപ്പൊ ഇതുവഴി കടന്നു പോകാനുള്ള പേപ്പർ വേണം. പേപ്പർ വേണം. ആനയെ കടത്തിക്കൊണ്ടു പോകാനുള്ള പേപ്പർ ഉണ്ടോ കയ്യില്? ആനയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനുള്ള കടലാസ് കയ്യിലുണ്ടോ? എവിടെ കടലാസ്? ഇല്ലേ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതല്ല സാറിന്റെ അടുത്ത് വന്നത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആനയുടെ കാര്യമായാലും എന്തായാലും സർക്കാരിന്റെ കുറച്ച് കടലാസുകളുണ്ടേ. മൃഗ ഡോക്ടർമാരുടെ ഒരു പാനൽ തന്നെ ഉണ്ട് ആനയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരുടെ സർട്ടിഫിക്കറ്റ് വേണം, കളക്ടറുടെ പ്രത്യേക അനുമതി വേണം, വനം വകുപ്പിന്റെ അനുമതി വേണം. ഈ കടലാസുകളൊക്കെ ഈ ബാഗിനകത്ത് ഉണ്ടോ ആവോ? അതൊക്കെ നോക്കി വരുമ്പോണ്ടല്ല അവനിങ്ങോട്ട് വരും. ആര്? ഭാർഗവൻ. പണ്ട് തൃക്കോട്ടൂർ അമ്പലത്തിൽ ഉത്സവത്തിന് ഇവൻ ഇടഞ്ഞൊരു കഥ നമുക്ക് കേട്ടിട്ടുണ്ട്. 2 പേര് തട്ടിയിട്ടുണ്ട്. ഓഹോ, അതത്ര കേട്ടില്ല. കേട്ടില്ലേ? ഇല്ല. എന്നാ 2 പേരും തട്ടിയിട്ടുണ്ട്. ഓഹോ, ഇപ്പോ ആനയെ കൊണ്ടുപോകണം. ഒരു കാര്യം ചെയ്യാം. ആനയുടെ കാര്യം ആയതുകൊണ്ട് ആനയുടെ വലിപ്പത്തിൽ അല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോവാ. ഇവിടെ ഒരു 2 പിണ്ടം വണ്ടി കിടപ്പുണ്ടാവും, മതിയോ? ഓളം ഇറങ്ങി പോകും. ഇടാൻ പോവാണേ. 4 നാല് 1 2 3 4. നല്ല ഇട്ടല്ലേ? 2 എന്താ കാണിക്കുന്നത് സാറേ? എതിർത്ത് പൂർത്തിക്ക് നോക്കി കല്ല് വെച്ച് തെറ്റിയാണ്. കാനപ്പഴം വന്നേ. ഞാനപ്പോ വന്നല്ലോ കളിക്കുന്നുണ്ടോ? സാധനം കൊണ്ടുവന്നുണ്ട്. ഗിണ്ടി 1, ഫാം 3, കസേര 5, മേശ 1, ഒട്ടുപാത്രങ്ങൾ 4, 6, 2, പ്ലേറ്റ് 8, ആട്ടൂരിൽ 1, അമ്മി 1, സ്റ്റീൽ പാത്രങ്ങൾ വലുത് 6, ചെറുതെട്ട്, മിക്സി 1. ഉണ്ണിപ്പിണ്ടിയോ? ഉണ്ണിപ്പിണ്ടിയോ? അതെന്തിനാ? ഇതിന്റെ ഉള്ളിൽ മരത്തടിയൊന്നല്ലോ, വാഴ പിണ്ടിയല്ലേ? എന്നാലും ചെക്ക് പോസ്റ്റ് വഴി കടത്തുന്നതാണ് ലിസ്റ്റിൽ വേണം. എന്തൊരു കഷ്ടത്. എന്തെങ്കിലും ആവട്ടെ, എഴുതി ഉപ്പേരി വെച്ച് തിന്നാ നിങ്ങക്ക്. സാറേ കട്ടിൽ എത്ര ഉണ്ടെന്ന് നോക്കിയോ സാറേ? കട്ടിലൊന്ന്. കട്ടില് 4 കട്ടില്. കാട്ടില് 4 പറഞ്ഞ കാണോട് പറഞ്ഞായിരിക്കാണല്ലോ, ബാക്കി അതിന്റെ ഉള്ളിലാണ്. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ? സാറേ ഇത് എണ്ണി നോക്കാൻ പറഞ്ഞത് തെറ്റിയില്ല. അതും തേക്കിന്റെ കട്ടില. തേക്കിന്റെ ആണോ? തേക്ക് കട്ടിൽ. എന്തായാലും കിടന്നുറങ്ങാനുള്ള സാധനമാണ്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ മുകളിൽ. അപ്പോ അത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പെർമിറ്റ് ഉണ്ടോ? ഇത് 10-60 വർഷം മുമ്പ് ഉണ്ടാക്കിയ കട്ടിലിന്റെ പെർമിറ്റ് ഉണ്ടാക്കണം ഞാൻ. 60 വർഷമോ? എന്താ നിങ്ങൾ പറഞ്ഞ? എന്റെ അപ്പൂപ്പൻ കയറുന്ന കട്ടിലാണത്. പുരാവസ്തു. പുരാവസ്തു ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേറെ സംസ്ഥാനത്തിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന നിയമമില്ല. എന്താ ദൈവം ഈ പറഞ്ഞുണ്ടാക്കുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സാധനങ്ങളാണ് എടുത്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും കട്ടിൽ 1 ടാക്സ് ഞങ്ങൾ കൂട്ടുകയാണ്. കട്ടിൽ 1 ടാക്സ് 1 4000 രൂപ വെച്ച്, പെർമിറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് 16000 രൂപ. 4 16. പിന്നെ ഇതിനകത്ത് പുരാവസ്തു വകുപ്പിൽ പെടുന്ന എന്തൊക്കെയുണ്ട്? കിണ്ടി എത്ര ഉണ്ടെന്ന് സാറേ? കിണ്ടി 1, വലുത് 1, ചെറുത് 1, ഉരുളി, ഓട്ടുപാത്രം. എന്താ സാർ നിങ്ങൾ വെറുതെ എണ്ണി തമാശ കളിക്കലേ നിങ്ങൾ? ഇതും കൂടി ചേർത്താൽ, ഇതിലെല്ലാം കൂടി ചേർത്ത് ഒരു കമ്മതിക്ക് ഇടുകയാണെങ്കിൽ 4000 രൂപയും കൂടി കൂട്ടിയാൽ 16 4 20 രൂപ. ഒരു കാര്യം ചെയ്യും, 30,000 കൂട്ടി 50,000 ആക്കിയോ?
എന്തായാലും തരാനുള്ള വട്ടല്ലേ എനിക്ക്. ഒരു കാര്യം ചെയ്യാം. അതെന്താണ്? ഈ തേക്കിന്റെ കട്ടിൽ 4 ഇല്ലേ, 4 അതില് ഒരു 3 ടാക്സ് ആയിട്ട് അടയ്ക്കും. എന്റെ വീട്ടിലാണെങ്കിൽ തേക്ക് വീട്ടിലില്ല. എന്റെ നിങ്ങളുടെ വീട്ടിലില്ല? നിങ്ങളുടെ വീട്ടിലില്ല? കട്ടിലുണ്ട്, തേക്കിന്റെ ഇല്ല. തേക്കില്ല. എന്നൊരു കാര്യം ചെയ്യും, ഈ തേക്കിന്റെ കട്ടിലും ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ തന്നെ എടുത്തോ. ഞാൻ എന്നാ വെറും കൈയോടെ പോകാൻ എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ മാഷം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കും. ഒന്നിരിക്കും എല്ലാ സാധനവും എനിക്ക് വിട്ടു തരും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തോളി. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ഷെഡ് കെട്ടി താമസിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യണം ഞാൻ? എവിടുത്തെ മാറ്റം നിങ്ങളൊക്കെ? ഞാൻ ഇവിടെ പുറത്തുണ്ട്, തീരുമാനമായിട്ട് പറയും. ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാനാ നൈറ്റ് ഡ്യൂട്ടിയില്. സാറ് വണ്ടി വിട്ടോളൂ. സാർ ആ കടത്തി വിട്ടോളാം, ഒരു പ്രശ്നവുമില്ല. ശരി ശരി ശരി. കിട്ടിയോ? ഓ കിട്ടി സാർ. ഫോട്ടോസ്റ്റാറ്റ്, റെസീറ്റിന്റെ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും. ഒറിജിനൽ, ഇത് ഒറിജിനൽ പിടിച്ചോളൂ. ഓ ഇതിന്റെ ഒറിജിനൽ എവിടെ? ഇതിന്റെ ഒറിജിനൽ എവിടെ? എവിടെ എവിടെ? ഇവിടെ. ആ തരൂ. നോക്കട്ടെ. ആ വെച്ചോളൂ. ഇവിടെ സൂക്ഷിക്കണം സാറേ എൻ്റെ ഒന്നുമില്ല. ഒറിജിനൽ ഇവിടെ സൂക്ഷിക്കണം സാറേ. അതാണ് ഈ ഫയലിൽ വെക്കേണ്ടത്. പൈസ ഒന്നും വേറെ ഇരിപ്പല്ലോ. തനിക്ക് വണ്ടിയായിട്ട് പോണോ? വണ്ടിയുണ്ട്. ആ പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. ചായ ചായ ചായ, നല്ല ചൂട് ചായ, നല്ല ചൂട് ചായ. മാഡം ചായ കുടിക്കല്ലേ നിങ്ങൾക്ക്? എന്താണ് തന്നോട് ചായ കൊണ്ടുവരാനാ പറഞ്ഞ, കട്ടില് കൊണ്ടുവരാനാ പറഞ്ഞേ? എന്തിനാ കട്ടില് നിങ്ങൾക്ക്? ഞാൻ ഇവിടുന്ന് അപ്പുറത്തേക്ക് സാധനങ്ങൾ കടത്തുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ടാക്സ് തരണല്ലോ. ഞാൻ കടക്കണില്ല. ഇതാ നോക്ക്, ഞാൻ ഇവിടെ കിടക്കുമ്പോഴേ കുട്ടിയോട് കരഞ്ഞിട്ട് എൻ്റെ ഭാര്യ ഒരു ചായ ഉണ്ടാക്കിയതാണ് സ്റ്റൗ എടുത്തിട്ട്. നോക്കിയപ്പോ തിരക്ക്. ഞങ്ങൾ നാട്ടിൽ പോയാലും ചായ കട തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ എവിടേക്കും പോകേണ്ട കാര്യമില്ല. നോക്കിയപ്പോ നല്ല സ്ഥലത്താണ് ഞങ്ങൾ വന്ന് പെട്ടത്. ഇവിടെ തന്നെ ചായ കച്ചവടം ചെയ്ത് ജീവിക്കാന്ന് കരുതി. നിങ്ങൾക്ക് ടാക്സ് തരണ്ടല്ലോ, പിടിക്കും. ഈ ചായല പരിപാടി എന്താ വേണ്ടി തരാം, പിടിക്കും വേണം. എന്താ നിങ്ങൾ സംശയിക്കുന്നത്? സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവോ? സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. വൈകിട്ട് പോലെ നല്ല കോഴിയിറച്ചി ഉണ്ടാവും, നല്ല കപ്പ പുഴുങ്ങിയതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എനിക്ക് ഒരു ചായയും പരിപാടി. ഓ എന്ത് വേണമെങ്കിലും കൊടുത്തു തരാം. ഞാനിവിടെ താമസാക്കിയല്ലോ. സാറിന് എന്താ വേണ്ടത്? മാഡത്തിന് കൊടുത്ത പോലെ തന്നെ എനിക്ക് മതി. അതെ, മേഡത്തിന് എന്ത് കൊടുത്താലും അപ്പൊ സാറിന് വേണല്ലേ? ചായ കൊള്ളാം, പക്ഷെ കട്ടില് പോയി. അതെന്തോന്നു സാർ? ശരിയാണ്. ഡെയിലി കലശം പങ്കുവെക്കി ആയിരിക്കും. സമയം കഴിഞ്ഞില്ലല്ലോ അല്ലേ? എന്തിന്റെ? ഇത് തരാനുള്ള സമയം കഴിഞ്ഞില്ലല്ലോ. മനസ്സിലായില്ലേ? ചിത്രമുള്ള പേപ്പർ നേരത്തെ പോയില്ലേ? കൊണ്ടുവന്നോ? കൊണ്ടുവന്നിക്കണേ, എല്ലാവർക്കും ഉള്ളോ കൊണ്ടുവന്നിക്കണേ. രാവിലെ വന്നിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമം തോന്നണ്ടാച്ചിട്ടേ. നിങ്ങൾ പറഞ്ഞ ചിത്രമുള്ള 100 ഉണ്ട്, 500 1000. എങ്ങനെയാ ഇവിടുത്തെ ഇത്? എങ്ങനെയാണ് 500 കേൾക്കാം? നിങ്ങൾ കാരണം നിങ്ങളും വെച്ചോളൂ. നോക്കിയാ സാറേ, പിന്നെ ഈ വണ്ടിയിലെ തടി ആർക്കുള്ളതാണൊക്കെ ഞാൻ നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ സംഭവം കിട്ടിയിട്ടില്ലേ? കസാലിൽ വല്ലാണ്ട് അമർന്നാണ്ട് കുത്തിരിക്കണ്ട. അത് എപ്പോഴാ തീർക്കാന്ന് പറയാൻ പറ്റൂലേ. പിന്നെ നമ്മളിത് കിട്ടിയ വിവരം ഒന്ന് വിളിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ. നോക്ക് തന്നുള്ളതേ. ആ പി അല്ലേ, ഒന്ന് മന്ത്രി കൊടുക്ക്. ഒറ്റ മിനിറ്റ്, എപ്പോ വിളിക്കാം. എന്റെ ഇതിനൊക്കെ എന്തിനാ മന്ത്രിനെ വിളിക്കണേ? കാര്യങ്ങൾ പറയണ്ടേ? ഇതിപ്പോ ഞങ്ങള് കൈക്കൂലിയായിട്ടൊന്നല്ല, ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് സന്തോഷത്തിനാണ് ഞാൻ തന്നത്. പറയേണ്ട ഒരു ഘടകം. ഇത് മിനിസ്റ്ററോടൊന്നും പറയണ്ട, ഇത് നമ്മള് തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ ഏർപ്പാടല്ലേ. കൈക്കൂലിയായിട്ടൊന്നല്ലല്ലോ. ഇതൊക്കെ തിരിച്ചു വെച്ചോളൂ, എനിക്ക് വേണ്ട. വേണ്ടേ? മറ്റൊന്നുമല്ല, ഇത് തേക്കിന്റെ തടിയായതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തിന് വാങ്ങിക്കുന്നതാണ്. അത് ശരി. നിങ്ങൾക്കും വേണ്ടേ? മോനും വേണ്ട? ഞാൻ വാങ്ങിക്കട്ടെ. അയ്യോ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവമൊക്കെ മാറിയോ? ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ നമുക്ക് ആ വണ്ടി ഒന്ന് വിട്ട് വിളിച്ചു പറഞ്ഞാൽ നമ്പർ വണ്ടിയുടെ കേൾപ്പാന്ന് 18 അതെ, ആ KL 11 18 17 ആ തടി ലോറി വിട്ടേക്ക്. പേപ്പർ ഓക്കെ വിട്ടോ. അപ്പൊ നമുക്ക് പോവാലോ അല്ലേ? ഓ സന്തോഷം. ചായ
ചായ വേണ്ട ശരി എന്നാൽ പിന്നെ സാറേ ഞങ്ങൾ ഈ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടിട്ട് പുറത്തൊരു ഉണ്ടിക വെച്ചിട്ടുണ്ട്. അപ്പൊ സാറിന്റെ സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് അതിന്റെ അകത്തൊന്ന് ഇട്ടിരുന്ന അതിന്റെ അകത്തേക്ക് ഇട്ടാനാ ഒറ്റ മിനിറ്റ് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ചോദിക്കാം, അതും ചോദിക്കുന്നു. ആ പി ഒന്ന് മന്ത്രി കൊടുക്ക്. അയ്യോ മാറ്റി വെച്ചു. അയ്യോ ആ ഉണ്ടിക മാറ്റി വെച്ചു ഒന്ന്. വേണ്ടേ? വേണ്ട, അത് മാറ്റി, ഇന്നലെ മാറ്റി. അത് ശരി. നമ്മുടെ നാട്ടിലെ ഈ ക്യാൻസർ പിടിച്ച ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ഓർക്ക് സമ്മാനിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതേപോലെ ഒരു ഉണ്ടി കണ്ടാക്കണ്ടേ. അതിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇടാ, ഞാനവിടെ കൊണ്ട് ഇട്ടോളാം. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരണം തോന്നുകയാണെങ്കിലേ തോന്നിയാൽ മതി. മിനിസ്റ്റർ വാർഡിലുള്ള ഒരു ഉണ്ടികയാണ്. നല്ല കാര്യത്തിലേക്കാണല്ലോ. ഓ സന്തോഷം, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതിന് പ്രത്യേകിച്ച് എണ്ണ ഇവിടുത്തെ കാരണവരല്ലേ, അത് തന്നേക്ക്, കുഴപ്പമില്ല, നടക്കട്ടെ. ഓ സന്തോഷം, ആയിക്കോട്ടെ. അപ്പൊ വളരെ ഉപകാരം എന്നാ പിന്നെ നമുക്ക് പോവാലോ അല്ലേ. പേടിപ്പിക്കേണ്ട രീതിയിൽ പേടിപ്പിച്ചാലേ ഇവർക്കൊക്കെ പേടിയാവും. ഏത് മന്ത്രി ഏത് പി എ, നമ്മളേതാ മോയി.